ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു SSLC സ്റ്റുഡൻ്റ് ആയിട്ടോ അങ്ങനെ ഒന്നുമല്ല സംസാരിക്കുന്നത്. SSLC ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത SSLC ബാച്ചിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. കുറച്ചാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ SSLCക്ക് ഓഫ്ലൈൻ ട്യൂഷനൊന്നും പോയിട്ടില്ല. ഞാൻ ഓൺലൈനായിട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ സ്കൂളിലും പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. നിങ്ങളിനി ഏതെങ്കിലും ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സൈലത്തിൽ അസ്ത്ര ബാച്ച് മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കതിനെപ്പറ്റി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചാനൽസ് ഉണ്ടാവും. അതായത് നിങ്ങൾ കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന മനസ്സിലാവുന്ന അങ്ങനെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവരുടെ ബാച്ചിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അല്ലാണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല സൈലം അസ്ത്രയിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ കംഫർട്ട്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ക്ലാസ് കേൾക്കാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് പറഞ്ഞാൽ, അതായത് നിങ്ങൾ ക്ലാസ് കേട്ടാൽ, ഇപ്പോൾ സൈലത്തിൻ്റെ ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എജുപോർട്ടായിരിക്കും നല്ലത്. അപ്പോൾ അവരുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നിങ്ങൾ ഏത് ബാച്ചിൽ ജോയിൻ ചെയ്യുക, അങ്ങനെ എന്തായാലും നിങ്ങൾ അതിൽ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. അതായത് ഞാനിപ്പോൾ അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ ചോദിച്ചാൽ ചില സമയത്തില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തായാലും നിങ്ങൾ അവരുടെ കൂടെ തന്നെ നിങ്ങൾ പോകണം. അല്ലെങ്കിൽ നല്ലോണം ബാക്ക്ലോഗ്സ് വരികയും നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാവുകയും ചെയ്യും. നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂഡ് പോകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ തന്നെ നിങ്ങൾ പോകണം. അതാണ് നമ്പർ 1. പിന്നെ ഇനി ഞാൻ പറയുന്നത് സൈലം അസ്ത്ര ബാച്ചിനെ കുറിച്ചിട്ടാണ്. ഞാൻ അതിൽ പഠിച്ചുകൊണ്ട് എനിക്കിപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളിപ്പോൾ സൈലം യൂട്യൂബ് ക്ലാസ്സസൊക്കെ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സൈലത്തിലെ ക്ലാസ്സസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സൈലം അസ്ത്ര ജോയിൻ ചെയ്യാവുന്നതാണ്. നല്ല ക്ലാസ്സസും നല്ല ടീച്ചേഴ്സും ഒക്കെയാണ്, അടിപൊളിയാണ് സംഭവം. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് 31-ന് തന്നെ സൈലം അസ്ത്ര ക്ലോസ് ആവും, അത് നമ്മളുടെ കഴിയും. അപ്പോൾ അതിന് മുമ്പേ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടേത് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം മാത്രമല്ല, ഞാൻ പറയുമ്പോൾ അതിൻ്റെ നിങ്ങൾക്കൊരു സംഭവം കിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ തരാം എങ്ങനെയാണ് ആ ഒരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പ് ഞാൻ ആ വീഡിയോയിൽ പറയാത്ത ചില സംഭവങ്ങളുണ്ട്, ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സൈലം അസ്ത്ര ബാച്ചിൽ ഒരു XP എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതായത് പോയിൻറ്റ്സ് ആണ്. അതായത് നിങ്ങൾ ഓരോ മിനിറ്റിനും, അതായത് നിങ്ങൾ ഓരോ ക്ലാസ്സസ് കാണുമല്ലോ, അപ്പോൾ ഓരോ ക്ലാസ്സിൻ്റെയും, അതായത് ഓരോ മിനിറ്റിനും നിങ്ങൾക്ക് 2 പോയിൻറ്റ്സ് വീതം കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂറുള്ള ക്ലാസ്സസ് കണ്ടാൽ നിങ്ങൾക്ക് 120 പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ ഒരു പഠിക്കാനുള്ളൊരു ത്വരയാണ്. അതായത് ക്ലാസ്സസ് കാണാനുള്ളൊരു ത്വര നമുക്ക് വരും. അതായത് മാത്രമല്ല, ഒരു ഡാഷ് ബോർഡ് ഉണ്ടാവും, ഒരു ലീഡർ ബോർഡ് ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് ഉള്ളവരെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഞാനും അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പം നേരെ ആ വീഡിയോ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, അപ്പോൾ അസ്ത്ര ബാച്ച് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സൈലം അസ്ത്ര. ഇത് 1.0ൻ്റെ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. 1.0 എടുത്തവർക്ക് ഇത് കണ്ടോ, 2.0, പിന്നെ അസ്ത്ര 3.0, എൻ ഗെയിം, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്ലാസ്സസ് ഒന്നുമില്ല. അപ്പോൾ വ്യൂ ഓൾ ക്ലാസ്സസ് കൊടുക്കുക. കണ്ടോ, ഫിസിക്സ് 9 ചാപ്റ്റേഴ്സ്. അങ്ങനെ ഇതിലൊക്കെ ആദ്യത്തൊക്കെ ബേസിക്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമുക്ക് മാത്തമാറ്റിക്സ് നോക്കാം. കണ്ടോ, ബേസിക്സിൽ 3 വീഡിയോസ്, റിവിഷൻ പറഞ്ഞിട്ടൊന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ 8 പാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. 8 പാർട്ട്. അതായത് കണ്ടോ, ഓരോന്നും 1 മണിക്കൂറിൽ കൂടുതലാണ്. അതായത് 1.5 മണിക്കൂറുണ്ട്, ഇതൊന്നും 1/2 മണിക്കൂർ. അതായത് എക്സാം നടത്തും കേട്ടോ. നിങ്ങൾക്ക് എക്സാം നടത്തും. അതായത് ഓരോ ചാപ്റ്ററിൻ്റെയും നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. പാർട്ട് 1 1 മണിക്കൂർ. 1 മണിക്കൂറിൽ കുറഞ്ഞതൊന്നുമില്ല കേട്ടോ. ഇത് റിവിഷനാണ്, റിവിഷൻ കൂടിയിട്ടാണ്. അങ്ങനെയാണ് 8 പാർട്ട്. അല്ലെങ്കിൽ ഇത് 6 പാർട്ടാണ് ആ ചാപ്റ്റർ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. അതൊക്കെ നോട്ട്സൊക്കെ ഉണ്ട്, ആണെങ്കിൽ കാണിച്ചു തരാം. യെസ്, ഇങ്ങനെ നമ്മൾ സാധാരണ സൈലത്തിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നോട്ട്സാണിത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക്
ഓക്കെ. പിന്നെ DPPs എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ഈ ചാപ്റ്ററിനില്ല. ബാക്കി അതായത് ഇതാ കണ്ടോ, മൈൻഡ് മാപ്പ്, അരിത്മെറ്റിക് സീക്വൻസസ് മൈൻഡ് മാപ്പ്, പിന്നെ ഇൻസ്റ്റാളേൺ വരുന്നുണ്ട്, പിന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഡെയിലി എക്സാം. ഇതാണ് ഡെയിലി എക്സാം. പക്ഷേ വേറെ ചാപ്റ്ററിനൊക്കെ വേറെ രീതിയിലായിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ അതിൻ്റെ ഓരോ ഡെയിലി പ്രാക്ടീസ് സെഷൻസിൻ്റെ ഇതുണ്ട്. പക്ഷെ വേറൊരു ടൈപ്പ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടോ നോക്കട്ടെ. ട്രിഗണോമെട്രിയിൽ നോക്കാം. ട്രിഗണോമെട്രിയിലായാലും നോക്കിക്കോ, എന്താ ഒരു മണിക്കൂറിൽ കുറഞ്ഞതില്ല ഗൈസ്. ഒരു മണിക്കൂറിൽ കുറഞ്ഞ ഒന്നും തന്നെ ഇതിലില്ല കേട്ടോ. അപ്പോൾ നോട്ട്സ് വരുന്നുണ്ട്, DPPs വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതൊരു ക്വിസ് പോലെയാണ്. അപ്പോൾ ഇതിങ്ങനെ വരും. നമുക്ക് നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരും. നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് ആൻസർ റോങ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ കണ്ടെത്താം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. DPPsൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ആകെ ചിലപ്പം ഏതെങ്കിലും ഒരു ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. വേറൊരു നോക്കാം, ഫിസിക്സ് നോക്കാം. ബേസിക്സ് 2 വന്നിട്ടുണ്ട്. പിന്നെ റിവിഷൻ, പിന്നെ ലെൻസുകളുടെ വിഷൻ ഓഫ്, ഇത് കണ്ടോ 9 വീഡിയോസാണ്. നോക്കാം നമുക്ക്. കണ്ടോ, എക്സാമിൻ്റെതും കൂടി വരുന്നുണ്ട് കേട്ടോ. പാർട്ട് 7 പാർട്ടാണ് ആ ഒരു ചാപ്റ്ററിന് വന്നിട്ടുള്ളത്. ഒരു കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷെ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് അവർ എടുക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. DPPs ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതാണ് അങ്ങനെ ഓരോരോ ചാപ്റ്ററായിട്ടുണ്ട്. എല്ലാ ചാപ്റ്ററും ഉണ്ട്. ഇത് നമ്മളെ NKSR ക്ലാസ്സസ് ആണ്. പിന്നെ നിങ്ങൾക്ക് പേൾ വീഡിയോസ് ഉണ്ട്, കാണിച്ചു തരാം. പേൾ വീഡിയോസ് ഫിസിക്സിൻ്റെ ഉണ്ട്. അതായത് സൗണ്ട് വേവ്സിൻ്റെ ഒരു 6 വീഡിയോസ്. അതായത് ചെറിയ വീഡിയോസാണ്. കണ്ടോ, 21 മിനിറ്റ്, 16 മിനിറ്റ്. അതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. പേൾ വീഡിയോസ് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് ഗെയിമിലോട്ട് വരാം കേട്ടോ. ഗെയിം ഇതിലെല്ലാം കഴിഞ്ഞു വന്നു. പിന്നെ നിങ്ങൾക്ക് ടെർമിനൽ എക്സാമിനേഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടോ, അതിൻ്റെ ഡിസ്കഷനും ഉണ്ട്. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും മോഡൽ എക്സാം. അതായത് ഇതൊക്കെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് എക്സ്ട്രാ സ്റ്റേറ്റിൻ്റെ കാര്യമാണ്. ഇനി ഗെയിമിലോട്ട് വരാം. ഗെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ഗെയിം എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് അതായത് ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ തന്നെ ഫുൾ ക്ലിയർ ആയിട്ടുണ്ടാവും. എല്ലാ ചാപ്റ്ററിനും ഒരൊറ്റ വീഡിയോ ആണ്. സൗണ്ട് വേവ്സ് നോക്കാം. 1.5 മണിക്കൂർ കൊണ്ടാണ്. നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും പഠിച്ചതിൻ്റെ ഒരു പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇതിലും DPPsഉം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അസ്ത്ര ബാച്ച് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഡെയിലി എക്സാംസ് ഉണ്ടാവും. ഡെയിലി അല്ല, ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ അതിൻ്റെ എക്സാംസൊക്കെ ഉണ്ടാവും. പിന്നെ എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് ടീച്ചേഴ്സ് എടുത്തരും. അതൊന്നും നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സസ് കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് SSLC ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അതിൽ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അസ്ത്ര ബാച്ചിലെ ആദ്യത്തെ കുറച്ച് ഈ വെക്കേഷൻ ടൈമിലൊക്കെ എങ്ങനെയാണ് ക്ലാസ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ അസ്ത്ര 1.0 ജോയിൻ ചെയ്തത്. അതായത് ഏപ്രിൽ ആദ്യത്തെ ഇതിൽ തന്നെ തുടങ്ങും ക്ലാസ്സസ് എല്ലാം. പക്ഷേ എനിക്ക് ഏപ്രിൽ മാസം മുതൽ മെയ് മാസം 8 വരെ എനിക്ക് ക്ലാസ്സസ് കാണാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഫുൾ പ്രാക്ടീസ്, രാവിലെ മുതൽ ഉച്ച വരെ, പിന്നെ ഉച്ച മുതൽ രാത്രി വരെ, അങ്ങനെയൊക്കെ കുറച്ച് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തായി, ഒന്നും കാണാൻ പറ്റില്ല. മാത്രമല്ല അതിൻ്റെ തിരക്കായി, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ക്ലാസ്സും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ എങ്ങനെയാണ് ക്ലാസ്സസ് വെക്കേഷനിൽ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം മിനിമം 2 ക്ലാസ് അല്ലെങ്കിൽ മാക്സിമം 3 ക്ലാസ്, പിന്നെ 4 ക്ലാസ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ 3 ക്ലാസ് എന്തായാലും ഉണ്ടാവും. അതായത് രാവിലെ, പിന്നെ ഉച്ചക്ക്, പിന്നെ വൈകുന്നേരം 7 മണി ആ ഒരു സമയമല്ലേ നമ്മൾ യൂട്യൂബിലൊക്കെ കാണൂലേ, അതുപോലെ
പക്ഷേ എന്താണ് ഒരു ക്ലാസ് വീതം ഒരു ദിവസം അങ്ങനെയൊന്നുമല്ല കേട്ടോ. ചില ദിവസങ്ങളിൽ ഒരു ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് എന്താണ് വെക്കേഷൻ കഴിയുമ്പോൾ തന്നെ കുറേ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതാണ് കാരണം. അപ്പോൾ നിങ്ങളെന്താണ് നിങ്ങൾക്ക് വെക്കേഷനിൽ കുറച്ച് നല്ലോണം അടിച്ചു പൊളിക്കാൻ പ്ലാൻ ഉണ്ട്. വെക്കേഷനിലൊന്നും ഞാൻ പഠിക്കുന്നില്ല. അതായത് ജൂൺ മാസം മുതലേ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം വെക്കേഷനിൽ ഞാൻ കുറേ ടൂറൊക്കെ പോകുന്നുണ്ട്. മാത്രമല്ല എനിക്ക് ക്ലാസ്സൊന്നും അങ്ങനെ കാണണ്ട. അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലം 1.0 ജോയിൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് ഒരു ദിവസം 3 ക്ലാസ്സൊക്കെ അവർ വെക്കും. പക്ഷെ അതിൻ്റെ അപ്പുറം നിങ്ങൾ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു ഇതെന്താണ് കാണാൻ പറ്റാത്തതെന്നല്ല. പക്ഷേ ഞാൻ മെയ് 10-ാം തീയതി മുതലാണ് ഞാൻ ശരിക്കും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയോ അങ്ങനെ എന്താ ഒരു ഗിൽട്ട് ഫീലോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കാരണം ആവുമായിരുന്നില്ല, എനിക്ക് കാണാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കാണാഞ്ഞത്. പിന്നെ ഞാൻ ചെയ്തത് എനിക്ക് വേണ്ട സബ്ജക്ട്സ് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തു. അതായത് എനിക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ഇംഗ്ലീഷിനെ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് സ്വന്തം പഠിച്ചാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അങ്ങനെ നല്ലോണമൊന്നും ക്ലാസ് കണ്ടിട്ടില്ല. എന്നാലും ഞാൻ സയൻസ് വിഷയം, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ മാത്സ്, ഇത് 4ആണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത്. ഞാൻ മലയാളം കണ്ടിട്ടില്ല, ഹിന്ദി കണ്ടിട്ടില്ല, പിന്നെ വേറൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മാത്സ് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ മാത്സിന് കൊടുത്തു. കാരണം എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ. അപ്പോൾ ആദ്യം മുതൽ അതന്നെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ കവർ ചെയ്ത് വന്നു. പിന്നെ സ്കൂൾ തുടങ്ങിയപ്പോൾ പിന്നെ രാവിലെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. അതായത് രാവിലെ ഒരു 6 മണിക്ക് ചിലപ്പോൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ വൈകുന്നേരം 7 മണിക്ക് അങ്ങനെയും ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ സൈലത്തിൻ്റെ അപ്പുറം തന്നെ നിങ്ങൾ പോകണം. ചിലപ്പം ഹിന്ദി ടഫുള്ളവരൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. എനിക്കും ഹിന്ദി അങ്ങനെ വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഞാൻ പരീക്ഷക്കൊക്കെ ഇങ്ങനെ ഞാൻ ടെക്സ്റ്റ് വൈസ് തന്നെ പഠിച്ചിട്ട് മാർക്ക് എടുക്കാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഹിന്ദിയിലും അങ്ങനെ ക്ലാസ് കാണില്ല. പിന്നെ സോഷ്യലിൽ ഞാൻ ക്ലാസ് കാണില്ല. സോഷ്യലിൽ ഞാൻ ആദ്യത്തെ ഹിസ്റ്ററിയിലെ മാനവികത എന്ന് പറഞ്ഞൊരു പാഠം, അതായത് ഹ്യൂമനിസം എന്ന് പറഞ്ഞ ചാപ്റ്ററും പിന്നെ ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എനിക്കതിലൊരു റിഗ്രറ്റ് ഉണ്ടോ ചോദിച്ചാൽ ഒരു റിഗ്രറ്റും ഇല്ല കേട്ടോ. അതായത് സോഷ്യലിൽ ഞാൻ ടെക്സ്റ്റ് വൈസാണ് ഫുൾ പഠിച്ചത്. അതിൻ്റെ ഗുണം എനിക്ക് ഈ പബ്ലിക് എക്സാമിന് കിട്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പബ്ലിക് എക്സാമിന് ഞാൻ ഒരു ക്ലാസ്സും കണ്ടിട്ടില്ല. അതായത് ചോറുണ്ടുമ്പോഴൊക്കെ മറ്റേ ലേൺ വിത്ത് മാസ്റ്റേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു കുറേ നേരം ഉണ്ടായത്, അത് കണ്ടിട്ടുണ്ട്. ചോറുണ്ണുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണും. പക്ഷേ എനിക്ക് ഈ ടെക്സ്റ്റ് വൈസ് പഠിച്ചതുകൊണ്ട് സോഷ്യൽ എനിക്ക് നല്ലോണം, അതായത് ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാം കുറച്ച് ടഫായിരുന്നു സോഷ്യൽ, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഓണത്തിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ക്രിസ്മസിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, മോഡലിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ അതായത് ഭയങ്കര ഈസി പറഞ്ഞാൽ എല്ലാം ഇമ്പോർട്ടൻ്റ് സാധനങ്ങൾ മാത്രം. പക്ഷേ പബ്ലിക്കിന് വേറൊരു രീതിയിൽ അവർ ചോദിച്ചത്. ഓക്കെ, ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഒരു പാഠത്തിൽ ഫുള്ള് പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ്. മണ്ഡൽ കമ്മീഷൻ, ദളിത് പ്രസ്ഥാനം, അങ്ങനെയൊക്കെയാണ്. അതിലവർ ചോദിച്ചത് ഒരു ചെറിയ കോട്ടലിലുള്ളൊരു സാധനമാണ് ദ്രാവിഡ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. അതങ്ങനെ ആരും നോക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ചാനൽസിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല, അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷെ അത് തന്നെ അവർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടാണ് എനിക്ക് കുറച്ച് കിട്ടിയത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെയായിരിക്കും സോഷ്യൽ എക്സാം എന്ന് ഇനി നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടൈപ്സൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ഓണം, ക്രിസ്മസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിരിക്കാം. പക്ഷെ പബ്ലിക്കിന് അവരെ മാറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ക്ലാസ് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ആ ടെക്സ്റ്റ് ഒന്ന് തുറക്കണം. ടെക്സ്റ്റ് വൈസായിട്ട് തന്നെ പഠിക്കണം. ക്ലാസ് കാണണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ചിലപ്പോൾ നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വിടുന്ന സംഭവങ്ങളൊക്കെ അവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറയുന്നുണ്ടാവും. പക്ഷേ ഒരിക്കലും ക്ലാസ് മാത്രം കാണരുത്. അത് ഞാൻ എൻ്റെ പബ്ലിക് എക്സാമിൻ്റെ ഇതിൽ ഒരു അനുഭവത്തിൽ പറയാണ്. എനിക്കത് നല്ലോണം ഗുണം ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ക്ലാസ്സസ് മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. അത് എൻ്റെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അതായത് എങ്ങനെ ഉണ്ടായിരുന്നു സോഷ്യൽ എക്സാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുമല്ലോ. അപ്പോൾ ഒരാൾ എന്നോടും പറഞ്ഞു, ഇനി മുതൽ ഞാൻ ക്ലാസ് കണ്ട് മാത്രം പഠിക്കൂല എന്നുള്ളത്. അത് ഒരാൾ പറഞ്ഞു, 10ാം ക്ലാസ്സിലൊരു കുട്ടി പറഞ്ഞു.
അപ്പോൾ എനിക്കും പറയാമല്ലോ. അതായത് ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അതായത് ഞാൻ ക്ലാസ് മാത്രം കണ്ടിട്ട് ഒരിക്കലും ഞാൻ സോഷ്യൽ പഠിച്ചിട്ടില്ല. ഞാൻ ടെക്സ്റ്റാണ് പഠിക്കാറുള്ളത്. പിന്നെ പ്രഡിക്ഷൻ, ചിലർക്കത് ശരിയാവും, ചില സബ്ജക്റ്റിന് അത് ശരിയാവും, ചില സബ്ജക്റ്റിന് അത് ശരിയാവില്ല. പ്രത്യേകിച്ച് സോഷ്യൽ പോലുള്ള സബ്ജക്റ്റ്. അതായത് നിങ്ങൾ ഈ പ്രഡിക്ഷൻ മാത്രം കണ്ട് പോവണ്ട. ഇപ്രാവശ്യത്തെ കെമിസ്ട്രിയിലെ പ്രഡിക്ഷനൊക്കെ നല്ല രീതിയിൽ വന്നു നോക്കാൻ ഞാൻ വീഡിയോസൊക്കെ കണ്ടു. പക്ഷേ എല്ലാ സമയം അതൊന്നും ആവണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ ലക്കാണ്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ച് പോകരുത്. ഒരിക്കലും നിങ്ങൾ പ്രഡിക്ഷൻ വിചാരിച്ച് പോകരുത്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ പോവുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഓഫ്ലൈനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ പഠിച്ചു പോവുക. നമ്മൾ ആദ്യം മുതലേ പഠിച്ചിട്ട് കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ അതിനേക്കാളും വലിയ സുഖം വേറെ ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങളുടെ ക്ലാസ്സസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ്. ഇപ്പോൾ സൈലം അസ്ത്ര ആണെങ്കിലും നിങ്ങളൊരിക്കലും ആ ക്ലാസ് കണ്ട് അവിടെ വെക്കരുത്. നിങ്ങളതൊന്ന് റിവിഷൻ ചെയ്യുക, നിങ്ങൾ തന്നെ സ്വയം പഠിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാത്സ് എങ്ങനെ പഠിക്കാം അങ്ങനെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മാത്സിനൊന്നും നിങ്ങൾ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. എന്താണ് ചെയ്ത് പഠിക്കുക. ഞാനൊരു കാര്യം കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, ഈ ഒരു ഇത്രയും ബുക്ക് ഇത് ഞാൻ 10ാം ക്ലാസ്സിലെ മാത്സ് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രം ഉള്ളൊരു ബുക്കായിരുന്നു ഇത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ അതാണ് വീണിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ എന്താണ് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നല്ല പറയുന്നത്. ഇത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് ഇത് തീർക്കണം അങ്ങനെ വീണിട്ടുണ്ട്, സോറി. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ പഠിച്ചതല്ല. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കൊരു ബുക്ക് തീരുന്നത് അറിയൂല. സത്യം പറയാലോ, മാത്സൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വേറെ ഇല്ല. എനിക്കതാ പറയാനുള്ളത്. അതായത് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഫുഫു സാറും നല്ല വൃത്തിയിലാണ് അവരുടെ ചാപ്റ്റേഴ്സൊക്കെ പറഞ്ഞുതരിക. അതും അസ്ത്ര ബാച്ചിലുള്ളതുകൊണ്ടാണ്. അതും എനിക്ക് നല്ലോണം യൂസ്ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കൊക്കെ തീർന്നത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. ഞാനിങ്ങനെ നോക്കും, ഇതൊക്കെ ഞാൻ മാത്സിന് വേണ്ടി മാത്രം ഞാൻ ചിലവഴിച്ചതാണോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഇതിലെനിക്ക് നല്ലോണം ഇപ്പോൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതായത് ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാം മാത്സ് നല്ലതായിരുന്നു. അതായത് ഇപ്പോൾ ഒരു മാസം മുമ്പേ പഠിക്കാൻ തുടങ്ങിയ കുട്ടിക്കും വളരെ ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു മാത്സ്. നല്ലോണം ഈസി അല്ല, എന്നാലും കുറച്ച് ടഫായിരുന്നു പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഓണവും ക്രിസ്മസും മോഡലിനൊക്കെ മോഡൽ നല്ല ഈസി ആയിരുന്നു. ഓണവും ക്രിസ്മസും ഒക്കെ അപേക്ഷിച്ച് ഇത് നല്ലൊരു ഈസി എക്സാം ആയിരുന്നു. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതായത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്തു പഠിച്ചാൽ ഇത്ര ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വേറെ ഇല്ല. എനിക്കതാ പറയാനുള്ളത്. അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതൊക്കെ തീർക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾ ആദ്യം ഒന്ന് തുടങ്ങി വെക്കുക. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആ കാര്യം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഫ്ലോയിൽ വന്നോളും. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ 9ാം ക്ലാസ് വരെ ഒന്നും ഞാൻ പഠിക്കലേ ഇല്ല. അതായത് പക്ഷേ മാർക്കൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതേപോലെ അല്ല 10ാം ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് 9ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഞാൻ ഈ 10ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങളെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും എനിക്ക് കുറച്ച് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. പക്ഷേ 9ാം ക്ലാസ്സിൽ നിന്ന് ഫുള്ളാണ് എനിക്ക്. 9ാം ക്ലാസ്സിൽ നിന്നൊക്കെ എനിക്ക് 40ൽ 40 കെമിസ്ട്രിയിൽ. അപ്പോൾ നിങ്ങൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് കെമിസ്ട്രി നല്ലതാണ്. അതായത് നല്ല ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇതായിരിക്കും കെമിസ്ട്രി 10ാം ക്ലാസ്സിൽ. പക്ഷേ 9ാം ക്ലാസ് മാത്രം 9ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ വിചാരിച്ചു കെമിസ്ട്രി നല്ലതാണല്ലോ, എനിക്ക് കെമിസ്ട്രി നല്ല വൃത്തി കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ 10ാം ക്ലാസ് എത്തിയപ്പോൾ അതൊക്കെ പോയി. അതായത് എനിക്ക് 10ാം ക്ലാസ്സിൽ ആദ്യത്തെ പാഠം മാത്രമേ നല്ല ഇഷ്ടമുള്ളൂ. പിന്നെ രണ്ടാമത്തെ പാഠവും ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. മൂന്നാമത്തെയും കുഴപ്പമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചൊരു പ്രശ്നമാണ്. അതായത് 5ാമത്തെ പാഠം വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്കി 3 കുറച്ചൊക്കെ ഒരു പ്രശ്നങ്ങളാണ് ഗൈസ്. കുറച്ചൊക്കെ നല്ലോണം പഠിക്കാനുണ്ട്. പിന്നെ +1 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടു കെമിസ്ട്രിയിൽ. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് +1 കാര്യങ്ങളും 10ാം ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നല്ലോണം പഠിച്ചോ. കെമിസ്ട്രി ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ടഫാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ്ക്ക് ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ആണെന്നുള്ളത്. കാരണം
ഒരുപാട് ഇക്വേഷൻസൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. ഓരോന്നിൻ്റെയും നിർമ്മാണം അങ്ങനത്തെ എന്തൊക്കെയോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കെമിസ്ട്രി ആയാലും നിങ്ങൾ നല്ലോണം ആദ്യം മുതലേ തന്നെ പഠിച്ചു തുടങ്ങുക. എനിക്ക് പറയാനുള്ളത് 9ാം ക്ലാസ്സിലെ പോലെ അല്ല 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കെമിസ്ട്രിയിൽ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ലാസ്റ്റ് പഠിച്ചൊരു ചാപ്റ്റർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ബാക്കിയാണ് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ. അതിനെ കുറച്ചും കൂടി എന്താണ്, അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച പാഠം ഒന്നും കൂടി ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. കാരണം 10ാം ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ടോക്ക് ഉണ്ട്, അതായത് 9ാം ക്ലാസ്സാണ് ടഫ് 10ാം ക്ലാസ്സിനേക്കാളും. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ 9ാം ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു മാറിയല്ലോ ടെക്സ്റ്റ്. പക്ഷേ അതൊന്നല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതായത് എന്താണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു നമുക്ക്. അതായത് ഇതുവരെ ചോദിച്ചൊരു ക്വസ്റ്റ്യനല്ല. ഒരു +1 സ്റ്റുഡൻറ്റ് ഒരു കമൻറ്റ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലല്ല വേറൊരാൾ. നിങ്ങൾക്കും അതായത് അഗ്രി ചെയ്യുന്നുണ്ട് അവർ, നമ്മളുടെ ഒരു അവസ്ഥ അഗ്രി ചെയ്യുന്ന ഒരു ആദ്യത്തെ +1 സ്റ്റുഡൻറ്റിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് എല്ലാവരും പറയും എന്താണ് 10ാം ക്ലാസ് ഒന്നുമില്ല, നിങ്ങൾ +1ലേക്ക് വരണം എന്നൊക്കെ പറയും. പക്ഷെ അതൊരു ശരിയാണ്, +1 +2 അങ്ങനെയാണ്. പക്ഷേ എന്താണ്, അവർക്കത് ടഫാവാൻ കാരണം എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സൊക്കെ നല്ല ഈസി ആയിട്ട് അവർക്ക് പബ്ലിക് എക്സാം കൊടുത്തു. പിന്നെ +1ലേക്ക് വേറെ തന്നെ ഒരു സംഭവം കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ടഫായിട്ട് തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളത് കെമിസ്ട്രിയിലൊക്കെ എനിക്ക് തോന്നുന്നു ആ +1ലുള്ളതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് എൻ്റെ ഒരു അതായത് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടാകുമ്പോൾ എനിക്കും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കേട്ടോ, ചിലതൊക്കെ പുതിയതായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ +1ലെത്തുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ര കഷ്ടപ്പാടുണ്ടാവില്ല എന്നുള്ളതാണ്. നല്ലോണം എന്താണ് ഞാൻ പറയുന്നത്, നല്ല ഈസി ആയിരിക്കും എന്നല്ല, കുറച്ച് കഷ്ടപ്പാട് കുറയുമെന്നാണ് പറയുന്നത്. എനിക്ക് ഈ ഒരു സമ്പ്രദായത്തിനോട് എനിക്ക് വലിയ എന്താണ് ഭയങ്കര ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഒരു പെട്ടെന്നൊരു ഭയങ്കര ഒരു ചേഞ്ച് ആയിപ്പോയത്. എന്താണ്, എല്ലാവർക്കും ഒരേപോലെ അല്ലല്ലോ, എല്ലാവരും ഒരേപോലെ അല്ല. എല്ലാവർക്കും എന്താണ് ഓരോരോ ചിലപ്പോൾ എല്ലാവർക്കും ഓരോരോ വീക്ക് പോയിൻറ്റ്സ് ഉണ്ടാവും. എനിക്കും ഒരു വീക്ക് പോയിൻ്റ് ഉണ്ട്, അതാണ് കെമിസ്ട്രി. പക്ഷേ ഞാനത് പഠിച്ചെടുത്തതാണ് ഈ പബ്ലിക് എക്സാമിന്. ഒരു 28.5 ഒരു 30 മാർക്കിൽ നിന്ന് ഒരു 35 മാർക്കിലേക്കൊക്കെ എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാത്സിൻ്റെ ഒന്നുകൂടി പറയാം. അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങുന്നത് നല്ലതാട്ടോ. ഇങ്ങനത്തെ ഇത് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും, ഫുള്ള് ഇങ്ങനെ ചെയ്ത് പഠിക്കാം. ഇതിൽ ഫസ്റ്റ് ഞാൻ കെമിസ്ട്രി ചെയ്തിട്ടുള്ളത് കണ്ടോ, ഫസ്റ്റ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാത്സ് ആയത് കണ്ടോ. ഇതൊക്കെ സൈലത്തിലെ ഓരോരോ പ്രോബ്ലംസാണ്. അതിൽ ഓരോരോ പ്രോബ്ലംസ് മോഡൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പബ്ലിക്കിൻ്റെ മുമ്പുള്ള മോഡൽ പരീക്ഷ ഉണ്ടല്ലോ, അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾ മാത്സിൽ ഓരോരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇക്വേഷൻസ് എഴുതി വെക്കാം. ഞാൻ പബ്ലിക്കിന് വേണ്ടിയിട്ട് എഴുതി വെച്ചത് കേട്ടോ. ഞാൻ തലതിരിച്ചിട്ടുള്ള അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു വെക്കാം. പിന്നെ സോഷ്യലിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഇതെൻ്റെ ഹിസ്റ്ററിയിലൊരു ഇതാണ്. ഇത് ഫുൾ ഷോർട്ട് നോട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് പഠിക്കാൻ പാകത്തിന് ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം. പിന്നെന്താണ് ഇംഗ്ലീഷിന് ഞാനൊന്ന് പറയാം. എനിക്ക് ഇംഗ്ലീഷിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇപ്രാവശ്യത്തെ പബ്ലിക് ഇംഗ്ലീഷ് എക്സാമിന് ഒരുപാട് പേര് പറഞ്ഞൊരു പ്രോബ്ലമാണ് ഗ്രാമർ ശരിയായില്ല, ഗ്രാമർ ടഫായിരുന്നു എന്നുള്ളത്. പക്ഷേ എൻ്റെ ഈ 10ാം ക്ലാസ് ജീവിതത്തിൽ ഞാൻ ഏറ്റവും കുറവ് മിസ്റ്റേക്സ് വരുത്തിയ ഗ്രാമറിൽ ഏറ്റവും കുറവ് മിസ്റ്റേക്സ് വരുത്തിയ ഒരു പരീക്ഷയായിരുന്നു ഈ ഒരു പബ്ലിക് എക്സാം എന്ന് പറയുന്നത്. എനിക്കാകെ 1.5 മാർക്ക് മാത്രമേ ഗ്രാമറിൽ പോയിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളതിലൊക്കെ എങ്ങനെയാണെന്നൊന്നും നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അത് നോക്കുന്ന ടീച്ചേഴ്സിനെ പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വെക്കേഷനിൽ തന്നെ നിങ്ങൾ ഗ്രാമർ നിങ്ങൾ 10ാം ക്ലാസ് എത്തുമ്പോൾ ഒരുപാട് പേര് പറയാനുള്ളൊരു സംഭവമാണ് ഇംഗ്ലീഷ് ഗ്രാമർ ഫുള്ള് പോയി, ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും കിട്ടിയില്ല എന്നൊക്കെയാണ്. ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷ് ഗ്രാമർ തലേ ദിവസം മാത്രം പഠിച്ചു പോവരുത്. ഓണത്തിനായാലും ക്രിസ്മസിനായാലും എന്തിനായാലും ഗ്രാമർ പ്രാക്ടീസ് ചെയ്യണം. മുമ്പേ പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമുക്ക് ഈസിയാണ്. ഇത്രയും ഈസി ആയിട്ടുള്ളൊരു സംഭവം വേറെ ഇല്ല. ആ ഒരു ഗ്രാമറിന് 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 20 ഒരു 18 അത്രയും തോന്നുന്നു, എനിക്ക് ശരിക്കും അറിയില്ല. അപ്പം ഇതെൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു ബുക്കാണ്. ഇംഗ്ലീഷിന്
ഇതിപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും ഇങ്ങനെ എഴുതി വെക്കും, ഇങ്ങനെ ജസ്റ്റ് എഴുതി വെക്കും. കാണാപ്പാഠം പഠിച്ചു പോകാനൊന്നും ഞാൻ പറയുന്നില്ല, കാണാപ്പാഠമൊന്നും പഠിച്ചു പോകരുത് കേട്ടോ ഇംഗ്ലീഷൊന്നും, അതൊന്നും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നില്ല. പിന്നെ ഓരോന്നിൻ്റെയും ക്യാരക്ടർ സ്കെച്ചൊക്കെ ഇങ്ങനെ എഴുതി വെക്കും. ഇതൊന്നും ഞാൻ എഴുതി വെച്ചത് എക്സാമിൻ്റെ തലേ ദിവസമോ 2 ദിവസം മുമ്പൊന്നും അല്ല കേട്ടോ, അത് ഓർക്കുക. ഇതൊക്കെ ഞാൻ സൈലൻറ്റ് ക്ലാസ് കാണുന്നു, അപ്പോൾ അതിൽ അപ്രീസിയേഷനൊക്കെ പറയും, അപ്പോൾ അതൊക്കെ എഴുതിയെടുക്കുക. പിന്നെ ഓരോന്നിൻ്റെയും ഫോർമാറ്റൊക്കെ എഴുതിയെടുക്കുക, അതൊക്കെ നല്ലതാണ്. ഇത് മാത്രം കൊണ്ടുപോയാൽ മതി. പിന്നെ എന്താണ്, യെസ്, ഇത് നിങ്ങളൊരു ലാസ്റ്റ് ഒരു ചാപ്റ്റർ വരാനുണ്ട്, പ്രിഫറൻസ് നാഷണൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട കുറച്ച് വേർഡ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കേണ്ട വേർഡ്സ്, അത് നിങ്ങളൊന്ന് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേഗം പഠിച്ചെടുക്കാൻ സാധിക്കും. പഠിക്കാമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വായിക്കുക, എന്നിട്ട് എന്താണ് അത് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എന്താണ് അതിൻ്റെ തീം എന്താണ്, ഫസ്റ്റ് നിങ്ങൾ തീം എഴുതുക, തീം എന്താണ്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതുക, പിന്നെ അതിൻ്റെ ബോഡി എഴുതുക, അങ്ങനെ പിന്നീട് നല്ല കൺക്ലൂഷനും അതൊക്കെ നല്ല ആവശ്യമാണ് കേട്ടോ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ നല്ലതായാൽ അവർ ഫുൾ മാർക്ക് ഇട്ട് തരും, അതുകൊണ്ട് പ്രശ്നമില്ല. പിന്നെ ബാക്ക് ഭാഗത്താണ് ഞാൻ ഗ്രാമർ പ്രാക്ടീസ് ചെയ്തത്. ഇതിൻ്റെ വേറൊരു ബുക്കുണ്ട്, ഇതുപോലത്തെ അല്ല, വേറൊരു ബുക്ക്, അത് കാണുന്നില്ല ഇപ്പം. ഫുള്ള് ഗ്രാമർ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഗ്രാമർ ഞാൻ പ്രാക്ടീസ് ചെയ്തതാണ്. യെസ്, അങ്ങനെയൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ ക്ലാസ്സസ് ഉണ്ട്, അതായത് കുറേ വീഡിയോസ് ഉണ്ട്, റിപ്പോർട്ടർ സ്പീച്ചിൻ്റെയും കോൺവെർസേഷൻ കംപ്ലീഷൻ്റെയും. പിന്നെ ഞാൻ ഓണത്തിനൊക്കെ എങ്ങനെ പഠിച്ചു വെച്ചാൽ വീഡിയോസ് ഉണ്ട്, കോണ്ടൻറ്റ് വീഡിയോസ് ഉണ്ട്. അതുമാത്രമല്ല പിന്നെ മുമ്പത്തെ ലൈവ് ക്ലാസ്സസ്, കഴിഞ്ഞ SSLCയുടെ ലൈവ് ക്ലാസ്. അപ്പം അയ്യോ അത് വേറെ പാഠങ്ങളല്ലേ ഉണ്ടായിരുന്നത് വിചാരിക്കും. ഗ്രാമറിൽ അതൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ പോരെ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ പോരെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത്. പിന്നെന്താണ്, സോഷ്യലിന് ഷോർട്ട് നോട്ട് നല്ലതാണ് കേട്ടോ, ഷോർട്ട് നോട്ട് അടിപൊളിയാണ്. പിന്നെ ഏതാണ്, മലയാളത്തിന് എനിക്ക് ഞാൻ സൈലത്തിലൊന്നും അങ്ങനെ കാണലില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. വിഷ്ണുമായ മിസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എജുപോർട്ടാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. കാരണം എക്സാമിൻ്റെ തലേ ദിവസം നമ്മൾ, അല്ലെങ്കിൽ എക്സാമിൻ്റെ 2 ദിവസം മുമ്പ്, അത് അങ്ങനെയൊക്കെ നമ്മൾ മലയാളം പഠിക്കൂ, അത് ഉറപ്പാണ്. ആ സമയത്ത് നമുക്ക് വലിയ എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ വലിയ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് ജസ്റ്റ് വേണ്ടത് ഒരു സമ്മറി വേണം, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് കാണണം. അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എജുപോർട്ടാണ്. ഞാൻ എപ്പോഴും എജുപോർട്ടാണ് കാണാനുള്ളത്. പിന്നെ ടെക്സ്റ്റ് നല്ലോണം വായിച്ചാൽ തന്നെ മലയാളമൊക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഹിന്ദി ആണെങ്കിലും ഇതുപോലെ നിങ്ങളൊരു ബുക്കിൽ ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കുക, അതായത് ഡിസ്കോഴ്സസൊക്കെ എഴുതി വെക്കുക. നോട്ട് ദ പോയിൻറ്റ്, എക്സാമിൻ്റെ തലേദിവസം അല്ല, ഓക്കെ, മുമ്പേ എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ തലേദിവസം വായിച്ചിട്ട് പോവുക, ആയി കഴിഞ്ഞു. ഗ്രാമറും അങ്ങനെയൊന്നുമില്ല, ഇയാ ഉവ്വ സാഹ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ തന്നെ ആ ഗ്രാമർ സെറ്റായി. പക്ഷേ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ഗ്രാമറൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഓർമ്മിച്ച് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഗ്രാമർ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് സബ്ജക്റ്റാണ് ഗൈസ്? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, സൈലത്തിൻ്റെ ഈ ഒരു ബുക്ക് സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സയൻസിൻ്റെ മാത്രമാണ്, സയൻസിൻ്റെ നല്ലതാണ് ഗൈസ്, സയൻസിൻ്റെ ഈ ഒരു സംഭവം. ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ, പക്ഷേ എനിക്ക് സെക്കൻഡ് പാർട്ടൊന്നും കിട്ടിയില്ല. അതായത് സെക്കൻഡ് പാർട്ട് ഇവർ ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടും ഇവർ പബ്ലിഷ് ചെയ്യുന്നില്ല. പിന്നെ പബ്ലിഷ് ചെയ്തതൊന്നും എനിക്കറിയില്ല, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടേ എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷെ അത് നല്ല ഉപകാരമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പം വേഗം സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാർട്ടും ഒക്കെ തരും. കാരണം നമ്മളിതിപ്പോൾ പുതിയ സിലബസ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർ പ്രിൻ്റ് ചെയ്യാൻ കുറച്ച് സമയത്തതായിരിക്കും, അതായിരിക്കും സംഭവം. പക്ഷെ നിങ്ങൾക്ക് വേഗം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് എല്ലാ സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 600 ഞാൻ വാങ്ങുമ്പോൾ. അത് 900-ൻ്റെത് അല്ല, 600 ഓഫറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം യെസ്, ഇതും അടിപൊളിയാണ് ഗൈസ്, സൈലത്തിൻ്റെ ഈ ഒരു സംഭവം അടിപൊളിയാണ്. പിന്നെ ഇംഗ്ലീഷിന് ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആകും. കാരണം ഓരോന്നിൻ്റെയും ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഒക്കെ കാര്യങ്ങൾ, അത് ഫിസിക്കൽ ട്രേറ്റ്സ്, പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെ വേർതിരിച്ച് തരും. പിന്നെ ഓരോന്നിൻ്റെ സമ്മറി ഉണ്ടാവും, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഒരിക്കലും കൂടി ഞാൻ പറയുകയാണ്, 10ാം ക്ലാസ് നിങ്ങൾ ചിലർ നിങ്ങളോട് പറയുന്നുണ്ടാവും 10ാം ക്ലാസ്സാണ്, 10ാം ക്ലാസ്സാണ് നല്ലോണം ഇരുന്ന് പഠിക്കണം, അല്ലാണ്ട് നിങ്ങളുടെ ഭാവിയാണിത് 10ാം ക്ലാസ്. നിങ്ങളിത് പഠിച്ചില്ലെങ്കിൽ ഫുൾ A+ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നവരുണ്ടാവും. ചിലവരുണ്ടാവും നിങ്ങൾക്ക് കുറച്ച് അറിയുന്ന ആൾക്കാരുടെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, എങ്ങനെ പറയുന്നുണ്ടാവും.
10ാം ക്ലാസ് നല്ല വലിയ കാര്യമൊന്നുമല്ല, എന്തിനാണ് 10ാം ക്ലാസ് പാസ്സായില്ലെങ്കിൽ വലിയ പൈസക്കാരൊക്കെ ആവാം നമുക്ക് പറയാം. ഇപ്പോൾ 2 നിങ്ങൾ വിശ്വസിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 10ാം ക്ലാസ്സിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം ഉണ്ട്. അതായത് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 10ാം ക്ലാസ്സിന് അങ്ങനെ വലിയ പ്രാധാന്യമില്ല, പ്രത്യേകിച്ച് ഈ സിലബസിന് ഒരു പ്രാധാന്യമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം +1ലേക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഫുൾ A+ കിട്ടാത്തതുകൊണ്ട് തൂങ്ങിച്ചാവുക, സൂയിസൈഡ് ചെയ്യുക, അങ്ങനത്തെ വലിയ പ്രാധാന്യം ഇതിനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഈ ഒരു മാർക്ക് കിട്ടിയിട്ട് ജീവിതത്തിൽ തോറ്റുപോയവരോ, അതായത് മാർക്ക് കിട്ടാണ്ട് ജീവിതത്തിൽ തോറ്റുപോയവരോ അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങളത് മനസ്സിലാക്കുക. ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ തോറ്റുപോകും, ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു സ്കൂളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് വേണം, ഈ ഒരു മാർക്ക് വേണം. കാരണം നല്ല കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ, നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്, നല്ല നിങ്ങൾക്ക് നല്ല ഇത് വേണം. അതായത് ഇപ്രാവശ്യത്തെ 10ാം ക്ലാസ് പാസ്സാവുക എന്നുള്ളത് ചെറിയ കാര്യമോ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ കൊല്ലം വരെ എല്ലാവരും പാസ്സായി അല്ലേ, പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എല്ലാവരും അങ്ങനെ പാസ്സാണ്. കാരണം കുറച്ച് കടുപ്പമാണ് സിലബസ്, കുറച്ചൊക്കെ കടുപ്പമാണ്. പക്ഷേ +1 +2 അപേക്ഷിച്ച് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. പക്ഷേ 10ാം ക്ലാസ്സിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം എന്തായാലും ഉണ്ട്. പക്ഷേ വലിയ ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ തൂങ്ങിച്ചാവേണ്ട പ്രാധാന്യമൊന്നും ഇതിനില്ല. അതാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് സ്ട്രെസ്സ് വരാണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മുതൽ പഠിച്ചു തുടങ്ങിക്കോ. അതായത് ഒരു ദിവസം ഒരൊറ്റ മണിക്കൂർ പഠിച്ചാൽ മതി. നിങ്ങൾ സൈലം അസ്ത്രയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 3 ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് കാണേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഡിറ്റർമിൻഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. അതേ വലിയ വഴിയില്ല. നമ്മൾ 9ാം ക്ലാസ് വരെയോ പഠിച്ച പോലെയോ 8ാം ക്ലാസ് വരെ പഠിച്ച പോലെയോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതിൻ്റേതായിട്ടുള്ള രീതികളായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലാണ്ട് നമ്മൾ നമ്മൾ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ അധികം മോട്ടിവേഷൻ വീഡിയോസോ അങ്ങനെയൊന്നും കാണാണ്ടിരിക്കുക, അതല്ല. അതൊക്കെ ആകെ 2 ദിവസമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും. നിങ്ങളുടെ മനസ്സിൽ വന്നാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. അല്ലാണ്ട് ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഇടുമ്പോൾ ഇത് നല്ല മോട്ടിവേഷനാണ് അങ്ങനെ പറയുമ്പോൾ ഓക്കെ, അതെനിക്കും നല്ല സന്തോഷമാണ് കേട്ടോ. എനിക്കത് കാണുമ്പോൾ, അതായത് എനിക്ക് കാണുമ്പോൾ പഠിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു സന്തോഷമാണ് എനിക്ക് കിട്ടുന്നത്. പ്രാധാന്യം കൊടുക്കാണ്ട് പോയ വർഷങ്ങളാണ് ഇതുവരെ കടന്നു പോയത്. അതായത് 8ാം ക്ലാസ് വരെ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇപ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ നല്ലോണം പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞാനങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഞാൻ 9ാം ക്ലാസ്സിൽ അങ്ങനെയൊന്നും പഠിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ നല്ലൊരു മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഫുൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. മാത്രമല്ല മാത്സ് ആയാലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. 77 മാർക്കൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മാത്സിൽ 9ൽ. പക്ഷെ ഇതുപോലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഫൂഫു സാർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ 10ാം ക്ലാസ്സിൽ 1 മാസം മുമ്പേ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് പഠിക്കാൻ തുടങ്ങിയവർക്കും ചിലപ്പോൾ ഫുൾ A+ ഒക്കെ കിട്ടും. അത് അവരുടെ ബുദ്ധി, അതായത് അവരുടെ ഒരു കാലിബർ, അവരുടെ ഒരു ഗ്രാസ്പിംഗ് പവറൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ ഫൂഫു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫസ്റ്റ് മുതലേ തുടങ്ങിയ കുട്ടിയും ഫുൾ A+ കിട്ടിയെന്ന് വിചാരിക്കുക, കുറച്ച് 1 മാസം മുമ്പേ തുടങ്ങിയ കുട്ടികൾക്കും ഫുൾ A+ കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷെ അവരുടെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ഫൂഫു സാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് മുതൽ പഠിച്ചു തുടങ്ങിയാൽ ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് ഈസി ആയിട്ട് പോവാം, ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്തായാലും എക്സാം ഒക്കെ ആകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അത് നിങ്ങൾ പാനിക് ആവാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്നത്ര പഠിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുക. ഞാൻ ഒരു കാര്യം തന്നെ പറയാം. അതായത് മാത്സ് എക്സാമിൻ്റെ ഞാൻ ഉറങ്ങി. ഞാൻ നേരത്തെ 11 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങി. തലേ ദിവസം എന്തായാലും നിങ്ങൾ ഉറങ്ങണേ. അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഞാനൊരു വീഡിയോ ഇട്ടു, ഒരു ഷോർട്ട് വീഡിയോ. അതായത് ജസ്റ്റ് ഞാൻ ക്ലാസ് കണ്ടെഴുതുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ തലേ ദിവസം ഇട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ്സ്, അതായത് ആരെങ്കിലും തലേ ദിവസം അതിൻ്റെ ആരെങ്കിലും 1:30 മണി, രാത്രി 1:30 മണി, 3:40 തീരാത്തവരുണ്ടോ, 4 മണി. അപ്പം ഞാനൊക്കെ ആ സമയത്ത് സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഞാനൊരു 5 മണി 5:30 ആകുമ്പോഴാണ് എണീച്ചത്, ക്ലാസ് ഒന്നും കൂടി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മാത്സിന് അങ്ങനെ വലിയ പേടി ഉണ്ടായിട്ട് അതേപോലെ തന്നെ സംഭവിച്ചു. അതായത് ഒരു അശ്രദ്ധ കാരണം എനിക്ക് 4 മാർക്ക് പോയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അതിന് ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ട് 4 മാർക്ക് പോയി. അത് അത്രയും അറിയുന്നൊരു കൺസെപ്റ്റ്. അതായത് എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് എന്തും സംഭവിക്കാം. എനിക്കൊരു അശ്രദ്ധയില്ലാത്തൊരു പരീക്ഷയില്ല. അത് ടീച്ചേഴ്സ് വരെ പറയുന്ന കാര്യമാണ്. എന്തായാലും നല്ലോണം ഉറങ്ങണം.
പക്ഷെ ചില ആൾക്കാരുണ്ടാവും രാത്രി പഠിച്ചാലേ കുറച്ചൊക്കെ തലയിൽ കയറും, അതായത് രാത്രി പഠിക്കുമ്പോൾ നല്ലോണം ഗ്രാസ്പ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും രാത്രി തലേ ദിവസം എന്തായാലും നല്ലോണം ഉറങ്ങണം. ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ നല്ലത്. എന്നാലും നമുക്ക് ഉറങ്ങണം. അപ്പം ഉറക്കത്തെ നിങ്ങളിങ്ങനെ സാക്രിഫൈസ് ചെയ്യുക, നിങ്ങൾ ഹെൽത്തൊന്നും അങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ജസ്റ്റ് 10ാം ക്ലാസ് ആണെന്ന് വെച്ചാൽ അതിനെ വലിയൊരു ഇത് കൊടുക്കുക. അവരിപ്പോൾ അങ്ങനെ ഇരിക്കാൻ കാരണം എന്താണ്, ചിലപ്പോൾ അവർ പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല, അതാണ്. അപ്പം നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങി നിങ്ങൾക്ക് ഇങ്ങനെ രാത്രി വരെ ഒന്നും ഇരിക്കേണ്ട ഒരാവശ്യമില്ല. അതായത് അങ്ങനെയാണ് കേസ്. നിങ്ങൾ അങ്ങനെ ഉറക്കമോ അങ്ങനെ ഒന്നും കളയേണ്ട ഒരു ആവശ്യമില്ല. അത് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. മാത്രമല്ല മാത്സ് എക്സാമിന് കുറച്ച് ടഫായിരുന്നു എക്സാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഉറക്കൊഴിഞ്ഞ് പഠിച്ചുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രിസ്മസ് എക്സാം ഉണ്ടല്ലോ, അത് അത്യാവശ്യം നിങ്ങൾക്ക് ടഫായിരിക്കും. കാരണം ഒരുപാട് പേർക്ക് കലോത്സവത്തിനുണ്ടാവും, അല്ലെങ്കിൽ പാറ്റേൺ തന്നെ കുറച്ച് ചേഞ്ച് ആവുന്ന ഒരു ടൈമാണ് ആ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്ക് കണ്ടിട്ട് നിങ്ങൾ പേടിക്കാൻ അങ്ങനെ ഒന്നും പോരുത് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും പോലെ ആയിരിക്കില്ല മോഡലും പബ്ലിക്കെല്ലാം. അതിനേക്കാൾ എന്തായാലും കുറച്ചൊക്കെ ഒരു ഈസി ആയിരിക്കും മോഡലും പബ്ലിക്കെല്ലാം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്മസ് എക്സാം എന്തായാലും കുറച്ചെല്ലാം ടഫായിരിക്കും. അതിന് നിങ്ങൾ പ്രിപ്പയർ ആയിട്ട് തന്നെ ഇരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങിക്കോന്ന്. അപ്പോൾ നിങ്ങൾക്ക് അതും ഈസി ആയിരിക്കും, ക്രിസ്മസ് എക്സാമും ഈസി ആയിരിക്കും. പിന്നെ കലോത്സവത്തിനെല്ലാം പോകുന്നവരുണ്ടാവും. എനിക്ക് ഇപ്രാവശ്യം ഞാനങ്ങനെ ആലോചിക്കുക, ഞാൻ നവംബറിൽ കുറേ കാലം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഡിസംബറിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല. പിന്നെ വെക്കേഷനായി, ഡിസംബറിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല. ജനുവരി 18 വരെ ഞാൻ പോയിട്ടില്ല. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ജനുവരി ആദ്യത്തെ 2 ദിവസം പോയി, പിന്നെ ഞാൻ പോയിട്ടില്ല. അത് സ്റ്റേറ്റിൽ പോകാനുണ്ടായി, 5 ഐറ്റത്തിന് പോകാനുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫുള്ള് പ്രാക്ടീസ് അങ്ങനെയെല്ലാം ആയിട്ട് ഞാൻ സ്കൂളിലേ പോയിട്ടാ. അതാലോചിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം എനിക്കൊരു റീൽ അയച്ചാറിലുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് തിങ്കളാഴ്ച വരും, പിന്നെ ചൊവ്വാഴ്ച വരില്ല, ബുധനാഴ്ച വരും, പിന്നെ വെള്ളിയാഴ്ച വരൂ. അങ്ങനത്തെ ചങ്കുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക. അങ്ങനെയുള്ള റീലൊക്കെയാണ് എനിക്ക് അയച്ചു തരാറുള്ളത്. അപ്പം നിങ്ങൾക്കും പറ്റും കേസ്. നിങ്ങൾ ആ സമയത്ത് വീട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്സ്. SSLC പറഞ്ഞാൽ ഈസിയാണ് കേസ്. നിങ്ങൾ നല്ലോണം പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്. എല്ലാം എന്ത് വന്നാലും നിങ്ങൾക്ക് ഈസിയാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണല്ലോ. അപ്പോൾ എന്ത് വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് SSLC. എന്തൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി എന്ന് വന്നാലും മോഡലും പബ്ലിക്കും നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു ഈസി ആയിരിക്കും. നല്ലോണം പഠിച്ച കുട്ടിക്ക്, അതായത് ഈ ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ അതൊരു പ്രാക്ടീസ് എക്സാംസ് ആയിട്ട് കണ്ട കുട്ടികൾക്ക് നല്ലൊരു ഈസി എക്സാം ആയിരിക്കും പബ്ലിക് എക്സാം. അത് ഞാൻ പറയാണ്. അല്ലാണ്ട് എല്ലാ പബ്ലിക് എക്സാമിലേക്ക് മാറ്റി വെക്കുന്നവർക്ക് ഒരു ഈസി ആവില്ല. അതൊരിക്കലും ഈസി ആവില്ല. നിങ്ങൾ ഓണം എക്സാമിൻ്റെ ഒരു പ്രാക്ടീസ് എക്സാമായിട്ട് കാണാം. അത് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ പ്രിപ്പയർ ചെയ്തോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസിന് നിങ്ങൾ ഈ ഓണത്തിന് വേണ്ടി വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഓണത്തിൻ്റെ പോർഷൻസ് ഉണ്ടാവുമല്ലോ, ഓണം എക്സാമിൻ്റെ പോർഷൻസ്, അത് നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്മസിന് അങ്ങനെ പെടൂല. നിങ്ങൾ ക്രിസ്മസിനായാലും ഓണത്തിൻ്റെ പോർഷൻസ് എന്തായാലും വരും, അത് ഉറപ്പാണ്. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഓരോ എക്സാമിനും നല്ല വൃത്തിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പബ്ലിക് എക്സാം കുറച്ച് ഈസി ആവുന്നത്. അല്ലെങ്കിൽ ഈ ഓണം എക്സാമും ഇല്ല, ക്രിസ്മസ് എക്സാമും ഇല്ല, മോഡലും ഇല്ല വിചാരിച്ചോ, നമ്മൾ ഈ പബ്ലിക്കില്ല ചിലപ്പം ടഫായിരിക്കാം. കാരണം നമ്മൾ അതിനേക്കാൾ ടഫായിട്ടുള്ള എക്സാംസ് എഴുതി കഴിഞ്ഞു. അതായത് ക്രിസ്മസൊക്കെ നമ്മൾ എഴുതി. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോകുമ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഈസി ആവും. ദാറ്റ്സ് ദ പോയിന്റ്. ഓക്കെ, അതായത് സൈലം അസ്ട്ര ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നല്ല അടിപൊളി ക്ലാസ്സാണ് ഗൈസ്. പക്ഷേ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ക്ലാസ്സാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിന് ചൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിൻ്റെ ഞാൻ പറ്റി പറയാം. ഇപ്പോൾ സൈലത്തിൻ്റെ ടീച്ചേഴ്സ് മാത്രമൊന്നുമല്ല എനിക്കിഷ്ടം കേട്ടോ. അതായത് എജുപോർട്ടിലെ മലയാളം മാഷിനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എജുപോർട്ടിലെ ഫിസിക്സിൽ ധനീഷ് സാർ എന്ന് പറഞ്ഞൊരു സാറില്ലേ, ആ സാറ് അടിപൊളിയാണ് കേട്ടോ. ഫസ്റ്റത്തെ സൗണ്ട് വേവ്സൊക്കെ ആ ഒരു മാഷിൻ്റെ എടുക്കുന്ന കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. യൂട്യൂബിൽ വരും എന്തായാലും, അപ്പോൾ അത് പോയിട്ട് കാണാം. അല്ലെങ്കിൽ നമ്മളെ ബാച്ചിൻ്റെ ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കാണാം. പിന്നെ ഫിസിക്സിൽ സൈലത്തിൻ്റെ NK സാർ പൊളിയാണ്. അതായത്
കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് വരാനുണ്ട്. അതായത് 6ാമത്തെ ചാപ്റ്ററൊക്കെ കുറച്ച് ടഫാണ്. അത് പഠിച്ചാൽ എല്ലാം ഈസിയാണ് കേട്ടോ. പിന്നെ ഇംഗ്ലീഷിൽ നാച്ചു സാർ ഓൺലി നാച്ചു സാർ എനിക്ക് എന്താണ് അവരുടെ ഒരു സെറ്റ് ആവുന്നുള്ളൂ. ഗ്രാമറൊക്കെ അതേ സെറ്റായിട്ടുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഗ്രാമറൊക്കെ സാറിൻ്റെയാണ് നല്ലത്. സൈലം മാസ്റ്ററിൽ ജോയിൻ ചെയ്താൽ നല്ല നാച്ചു സാറിന് നല്ല ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ യൂട്യൂബിലായാലും ഒരുപാട് ക്ലാസ്സൊക്കെ ഉണ്ട്. പിന്നെ സോഷ്യലിൽ ഞാൻ അങ്ങനെ ക്ലാസ് കാണാനില്ല. സോ മാത്സിൽ ഫുഹു സാർ, വിജയാർ സാർ പൊളിയാണ്. അവരുടെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സൈലത്തിന് മൊത്തമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ കെമിസ്ട്രി സൈലം ഫാക്കൽറ്റീസിന് ഇഷ്ടമാണ്. പിന്നെ എജുപോർട്ടിലെ റിജു സാറിനൊക്കെ ഇഷ്ടമാണ്. ബയോളജി അറക്കൽ സാർ അടിപൊളിയാണ്. അവരുടെ സൈലത്തിൻ്റെ മിസ്സും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതും നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. കുറേ ലെങ്ത് ഉണ്ടാവും ഈ വീഡിയോ. 1 മണിക്കൂറൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ടാറ്റ, ബൈ ബൈ, സീ യു.